അവൻ ഷാനവാസ് എന്നെ പെൺകോന്തെന്ന് വിളിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പം അവൻ അങ്ങനെയായിരിക്കും. അവൻ ചിലപ്പോൾ അവൻ്റെ വീട്ടിൽ അവൻ്റെ വൈഫിനെയും അമ്മേനെയൊക്കെ വെറും അടിമകളെ പോലെ ആയിരിക്കും നോക്കുന്നത്. ഇവൻ അവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കില്ലായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അവൻ്റെ വീട്ടുകാരെ അടിമകളെ നോക്കിയെന്ന് ഓർത്തുകൊണ്ട് എല്ലാവരും അങ്ങനെയാണോ? ഞാൻ അങ്ങനെയല്ല. അപ്പം അങ്ങനത്തെ എൻ്റെ വീട്ടുകാരെയും ഇവരെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തു എന്നുള്ള പേരിൽ അവൻ എന്നെ പെൺകോന്തെന്ന് വിളിക്കുകയാണെങ്കിൽ ഞാനത് സന്തോഷപൂർവ്വം ഞാൻ കേൾക്കും. കാരണം അത് അവൻ്റെ കൾച്ചർ, അവൻ്റെ കൾച്ചർ കാണിച്ചു, അത്രേ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അവൻ ഈ അവിടെയുള്ള പെൺപിള്ളേരോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന്. അവൻ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് അവൻ്റെ മാന്യമായുള്ള അവൻ്റെ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഷാനവാസ് എങ്ങനെയാണ് പെൺപിള്ളേരോട് പെരുമാറുന്നത്. അപ്പോൾ അവൻ്റെ കൾച്ചർ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന പറ്റും. ബിഗ് ബോസ് മലയാളം സീസൺ 7 കഴിഞ്ഞ ദിവസം വലിയൊരു വഴക്ക് നടന്നിരുന്നു. ബിന്നി സെബാസ്റ്റ്യനും ഷാനവാസും തമ്മിലായിരുന്നു ആ വഴക്ക്. വഴക്കിനിടയിൽ ബിന്നിയുടെ ഭർത്താവ് നൂബിൻ പെൺകോന്തനാണെന്ന് ഷാനവാസ് പറഞ്ഞത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. പല ആവർത്തി നൂബിനെ ഷാനവാസ് പെൺകോന്തൻ എന്ന് വിളിച്ചിരുന്നു. ബിന്നിയും ശക്തമായിട്ട് തന്നെ പ്രതികരിച്ചിരുന്നു. ഈ സീസണിൽ സഹ മത്സരാർത്ഥികളുടെ കുടുംബാംഗങ്ങളെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ച ഒരാൾ എന്ന് പറയുന്നത് ഷാനവാസ് ആണ്. പ്രേക്ഷകരും ഇക്കാര്യത്തിൽ ഷാനവാസിന് എതിരെ തന്നെയാണ്. ഈ ഒരു വിഷയം ചർച്ചയായതോടുകൂടി തന്നെ പെൺകോന്തൻ എന്ന വിളിയിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് നൂബിൻ ജോണി. ഷാനവാസിനെ പോലെ തറയാകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അതേ രീതിയിൽ മറുപടി നൽകുന്നില്ല എന്നാണ് നൂബിനും പറയുന്നത്. ഹായ്, ഹലോ, നമസ്കാരം. ഞാനത് ഇന്ന് വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ രാവിലെ നമ്മുടെ ബിഗ് ബോസിൽ പോയ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് 1-2 പേര് എന്നോട് ചോദിച്ചു ഈ പെൺകോന്തനെ പറ്റി പറഞ്ഞിട്ട് എന്താ ഒന്നും പ്രതികരിക്കാതിരിക്കണേന്ന്. അപ്പം ഞാൻ അതിനെപ്പറ്റി വേണ്ടെന്ന് വെച്ചിട്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഈ ബിഗ് ബോസ് എന്നുള്ളത് അതൊരു ഗെയിം ഷോ ആണെന്നുള്ളൊരു പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട്. അപ്പം അതിൽ ആ ഒരു വിശ്വാസം ഉള്ള കാരണമാണ് ഇത്രയും ദിവസങ്ങളായിട്ട് നല്ല തെറിയും ചീത്തയൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ വഴിക്ക് വിട്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 2 ദിവസം മുമ്പ് ഷാനവാസും ബിന്നിയും തമ്മിലുള്ള വഴക്ക് നിങ്ങൾ ലൈവിൽ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും അവിടെ എന്താണ് നടന്നിട്ടുള്ളതെന്ന്. അന്ന് മീൻസ് ആ ഒരു ഫൈറ്റ് മാത്രമല്ല ഉദ്ദേശിച്ചത്, അതിന് മുമ്പുള്ള കാര്യങ്ങളും ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബിഗ് ബോസിൽ പോയത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടു കാണുമല്ലോ. അപ്പോൾ അതിന് മുമ്പേ എനിക്കൊരു നല്ല പേരിട്ടായിരുന്നു പെൺകോന്തെന്ന്. അപ്പം എന്നോട് ഇവിടുന്ന് പോയപ്പം കുറേ പേര് എന്നോട് പറഞ്ഞു നീ അത് പോകുമ്പോൾ ചോദിക്കണം അങ്ങനെ ഇങ്ങനെയാണ്. അപ്പം ഞാൻ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെപ്പറ്റി ചോദിച്ചില്ല. കാരണം ഇതൊരു ഗെയിം ഷോ ആണ്, ഞാൻ അതിലൊരു ഗസ്റ്റാണെന്നുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി അല്ലാതെ ഒരു കാര്യത്തിനെ പറ്റി ഞാൻ ഇടപെട്ടില്ല. അവരാണല്ലോ ഗെയിം കളിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല. ഞാൻ അവിടെ പോയിട്ട് മാന്യമായിട്ട് തിരിച്ചു വന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിന് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു ഇനി അല്ലാതെ കാണുന്നു മാന്യത കുറഞ്ഞു, മാന്യത ഇല്ലാതെ ഞാൻ പെരുമാറിയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം എൻ്റെ വിശ്വാസം അങ്ങനെയാണ് കേട്ടോ. പക്ഷെ ഇപ്പം എന്താ പ്രശ്നം എന്നറിയോ? വേറെ ഒന്നുമില്ല. അവിടെ വിളിച്ചതിന് അവിടെ നടക്കുന്നേക്കാൾ ഏറ്റവും കൂടുതൽ അടി നടക്കുന്നത് പുറത്താണ്. ഇപ്പം എന്ന് വെച്ചാൽ ഈ PR വർക്കിൻ്റെ എക്സ്ട്രീം ലെവലിൽ നടക്കുന്ന ഒരു സമയമാണ്. ഈ PR വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിന്ന് കാശ് മേടിച്ചിട്ട് ആ കാശിന് വേണ്ടി അവർ മേടിച്ച കാശിന് കൂറ് കാണിക്കുന്ന ആൾക്കാർ അതിന് വേണ്ടി പണിയെടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പം അവരൊരു പരിധി കൂടുതലാണ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിഞ്ഞൂടെ അവർ ഇങ്ങനെ വേറെ ആൾക്കാരെയൊക്കെ ചീത്ത വിളിച്ചിട്ട് അവർക്ക് ചിലപ്പം അതുകൊണ്ടാണല്ലോ വേറെ ആൾക്കാരെ ചീത്ത വിളിച്ചിട്ട് എന്നെന്ന് മാത്രമല്ല കേട്ടോ, ഒത്തിരി ആൾക്കാർ അതിൻ്റെ അകത്തുള്ള ആൾക്കാരെ എന്നിട്ടാണല്ലോ ആ പൈസ മേടിച്ചിട്ടാണല്ലോ ഇവന്മാർ ഇവരുടെ വീട്ടിലെ കുട്ടികൾക്കും അപ്പനും അമ്മമാർക്കൊക്കെ ഭക്ഷണവും എല്ലാ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. അതെന്താണ് നന്നായാൽ മതി, അവർക്ക് ഒരു കുഴപ്പം ഉണ്ടാവാതിരുന്നാൽ മതി. അപ്പം ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ 2 ദിവസം മുമ്പ് ഷാനവാസ് പെൺകോന്തെന്ന് ഇങ്ങനെ ഒരു 50 തവണയല്ല അതിൽ കൂടുതൽ വിളിച്ചു. അപ്പം എല്ലാവരും പറയും ബിന്നി അവളുടെ വീട്ടിലുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടല്ലേന്ന്. ബിന്നി എന്താണ് പറഞ്ഞത്? ബിന്നി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസെ നീ നിന്റെ വീട്ടിൽ ഉള്ള ആൾക്കാരോട് പറയുന്ന പോലെ ഞങ്ങളോട് പറയരുത്. അതിലെന്താണ് കുറ്റം? ഈ ഉള്ള ആൾക്കാർ മുഴുവൻ അവൻ്റെ പെങ്ങന്മാരോ അങ്ങനെയുള്ള ആൾക്കാർ ആരും ഇല്ലല്ലോ. അവൻ്റെ വീട്ടിൽ കാണിക്കുന്ന പോലെ ഇവരുടെ അടുത്ത് പറയരുതെന്നാ പറഞ്ഞുള്ളൂ, അത്രേ ഉള്ളൂ. അവൻ ഈ പെൺകോന്തെന്ന് വിളിക്കുക എന്താണ് അവൻ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവൻ ചിലപ്പോൾ എൻ്റെ യൂട്യൂബ് വല്ല കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഞാൻ എൻ്റെ ചെറുപ്പത്തിലേ മുതൽ എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മീനെയും അതുപോലെ എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെരയടിച്ച് വാരും, അതുപോലെ കുക്കിങ്ങിന് കൂടും, അങ്ങനെ എല്ലാ പണിക്കും ഞാൻ പണ്ട് മുതലേ നോക്കിക്കൊണ്ടിരുന്ന ആളാണ്. ആ ആൾ തന്നെ ഞാൻ കല്യാണം കഴിച്ചു, എൻ്റെ വൈഫിനെയും നോക്കും. നിങ്ങൾ കുറേ ആൾക്കാർ അവളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അവൾക്ക് കുറച്ച് കാര്യങ്ങളൊന്നും അറിയില്ല. മീൻസ് അവൾക്ക് എങ്ങനെ കെയർ ചെയ്യണം അങ്ങനെ ഒന്നും അറിഞ്ഞൂടാ. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് അവളെ ഹെൽപ്പ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഞാനും വർക്കിന് പോകുന്നുണ്ട്, അവളും വർക്കിന് പോകുന്നുണ്ട്. അപ്പം നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഫീൽഡിനെ പറ്റി അറിയില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ചിലപ്പോൾ അവരവിടെ പോയി മേക്കപ്പും ചെയ്ത് എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞ് പോന്നാൽ മതിയില്ലെന്നായിരിക്കും നിങ്ങളുടെ ചിന്താഗതി. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ചില സീൻസൊക്കെ എടുക്കുമ്പം അതിൻ്റെ അകത്ത് ഫാൻ പോലും ഇടാതെ നമ്മൾ വേർത്ത് കുടിച്ച് ആകെ നാശമായിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല ഈ ലേഡീസ് ആകുമ്പോഴത്തേക്ക് അവർക്ക് പ്രത്യേകിച്ച് നായികമാരാകുമ്പോൾ മിക്കവാറും കരയണം, ദേഷ്യം. അപ്പം നമുക്ക് നമ്മുടെ മെൻ്റലി തന്നെ ഇങ്ങനെ ഒരു സാധനം വരും. അപ്പം അവൾക്ക് കണ്ടിന്യൂസ് ഷൂട്ടുണ്ട്. അപ്പോൾ അവൾ വരുമ്പോൾ രാത്രി 11 മണി 12 മണിയൊക്കെ ചില ദിവസങ്ങളാവും, മിക്കവാറും നൈറ്റാവും. അപ്പം അവൾക്ക് ഓഫ് വരുമ്പം
ഞാൻ മാക്സിമം ഞാൻ പണി നോക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്രയും ദിവസം കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ. അപ്പം അവസാന പാർട്ട്ണറുകൾ വെച്ച് അവൾ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, എനിക്ക് അത്രയും പണിയൊന്നുമില്ല, അപ്പം ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം ഈ ഒരു കാരണം കൊണ്ടാണോ അവൻ ഷാനവാസ് എന്നെ പെൺകോന്തെന്ന് വിളിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പം അവൻ അങ്ങനെയായിരിക്കും. അവൻ ചിലപ്പോൾ അവൻ്റെ വീട്ടിൽ അവൻ്റെ വൈഫിനെയും അമ്മേനെയൊക്കെ വെറും അടിമകളെ പോലെ ആയിരിക്കും നോക്കുന്നത്. ഇവൻ അവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കില്ലായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അവൻ്റെ വീട്ടുകാരെ അടിമകളെ നോക്കിയെന്ന് ഓർത്തുകൊണ്ട് എല്ലാവരും അങ്ങനെയാണോ? ഞാൻ അങ്ങനെയല്ല. അപ്പം അങ്ങനത്തെ എൻ്റെ വീട്ടുകാരെയും ഇവരെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തു എന്നുള്ള പേരിൽ അവൻ എന്നെ പെൺകോന്തെന്ന് വിളിക്കുകയാണെങ്കിൽ ഞാനത് സന്തോഷപൂർവ്വം ഞാൻ കേൾക്കും. കാരണം അത് അവൻ്റെ കൾച്ചർ, അവൻ്റെ കൾച്ചർ കാണിച്ചു, അത്രേ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അവൻ ഈ അവിടെയുള്ള പെൺപിള്ളേരോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന്. അവൻ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് അവൻ്റെ മാന്യമായുള്ള അവൻ്റെ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഷാനവാസ് എങ്ങനെയാണ് പെൺപിള്ളേരോട് പെരുമാറുന്നത്. അപ്പോൾ അവൻ്റെ കൾച്ചർ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന പറ്റും. എനിക്ക് അവൻ്റെ അത്രയും തറയായിട്ട് പോയി ഇത് കാണിക്കാൻ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവന് വേണ്ടി കുറേ പേര്, അത് ഒരു 95% PR-ൻ്റെ ആൾക്കാരാണ് കേട്ടോ എനിക്ക് വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ 3 ദിവസം ഞാൻ അവിടെ പോയി കണ്ടാണല്ലോ. ഇന്ന് എന്താണെങ്കിലും എനിക്ക് ഉറപ്പാണ് വരുമ്പോൾ ലാലേട്ടൻ അവളോട് വഴക്ക് പറയും. അതെന്താണെന്ന് എനിക്കറിയാം. അത് നല്ലപോലെ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനും ഇല്ല. അപ്പോൾ എന്താണെങ്കിലും ഷാനവാസെ, നീ വിളിച്ച പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താണെങ്കിലും നീ ഇങ്ങനെ തന്നെ വേണം. കാരണം നീ നിൻ്റെ വീട്ടുകാരെയും അപ്പനെയും അമ്മയും, അപ്പനോട് കാണിക്കില്ലായിരിക്കും, അമ്മേനെയും പെങ്ങന്മാരെയും അപ്പം ഒക്കെ നീ ഇങ്ങനെയായിരിക്കും വിചാരിക്കുന്നത്. ഇത് ഷാനവാസിൻ്റെ ഫാമിലി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് അപ്പനെ പോലും ഒരിക്കലും ആവരുത്. കാരണം ഈ പെൺപിള്ളേർക്ക് കൊടുക്കേണ്ട മര്യാദ അത് എന്താണെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. മനസ്സിലായി? അപ്പൻ കാണിക്കുന്ന പോലത്തെ രീതിക്ക് പോകരുത്. ഇത് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും മര്യാദ കൊടുക്കണം. അപ്പന് കൾച്ചർ ഇല്ലെന്ന് ഓർത്തുകൊണ്ട് മക്കൾ ഒരിക്കലും ആ വഴിക്ക് പോകരുത്. ഞാൻ എൻ്റെ ഒരു ഉപദേശമായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട. നിങ്ങൾക്ക് നല്ലത് തോന്നിയാൽ നിങ്ങൾ ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ വേണ്ട, വിട്ട് കളഞ്ഞേരെ. അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ താഴെ മറ്റേ ഷാനവാസിൻ്റെ കുറേ PR-കാർ വന്ന് മെഴുകുമെന്ന് എനിക്കറിയാം. ഒരു കുഴപ്പമില്ല, ഞാൻ ഇനിയും കേൾക്കാൻ തയ്യാറാണ്. ഒരു കുഴപ്പമില്ല. പെൺകോന്തെന്നോ നിങ്ങൾ എന്ത് വേണേലും വിളിച്ചു. എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു പേര് കേൾക്കുന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഭയങ്കര സന്തോഷപൂർവ്വം ഞാൻ ചെയ്യും. കാരണം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് അവർക്ക് എൻ്റെ വീട്ടിലുള്ളവർക്ക് അവർക്കൊരു ശല്യം ചെയ്യാതെ, എന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാർക്കറിയാം ഞാൻ എങ്ങനെയുണ്ട്, എന്തൊക്കെയാണ് വീട്ടിലേക്ക് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് നല്ല ബോധ്യമുണ്ട്. എനിക്ക് ഇപ്പം ഇവരെ ബോധ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു മര്യാദ, എൻ്റെ ഒരു കൾച്ചർ വെച്ചിട്ടാണ് ഷാനവാസെ ഞാൻ അവിടെ വന്നിട്ട് നിന്നോട് ഇതിനെപ്പറ്റി ഒരു അക്ഷരം പോലും ചോദിക്കാതിരുന്നത്. അത് എൻ്റെ മര്യാദയാണ്. നിനക്ക് വേണമെങ്കിൽ അന്ന് 2-3 പ്രാവശ്യം ഉറപ്പുണ്ടാക്കിയപ്പോൾ നീ എന്തുകൊണ്ട് ഞാനുള്ളപ്പോൾ നീ അത് വിളിച്ചില്ല? അതിനുള്ള ചങ്കുറ്റം നിനക്കില്ലായിരുന്നു. നീ അത് വിളിക്കണമായിരുന്നു. നീ ഒരു ആണായിരുന്നെങ്കിൽ നീ അവിടെ വെച്ച് ഞാനുള്ളപ്പോൾ നീ വിളിക്കണമായിരുന്നു. അതിനുള്ള ചങ്കുറ്റം നീ എന്താണെന്ന് കാണിച്ചിട്ടില്ല. എനിക്ക് അവിടെ വരാൻ പറ്റില്ല. അപ്പം ഇതിനടിയിൽ നിങ്ങൾ നല്ല രീതിക്ക് ആൾക്കാർ വന്ന് PR ചേട്ടന്മാർ ഇടുമെന്ന് എനിക്കറിയാം. സാരമില്ല, ഞാൻ ഇതല്ല ഇതിലപ്പുറം വന്നാലും ഞാൻ കേൾക്കും. ഇതിനുള്ള സംഭവം എനിക്കുണ്ട്. ഞാൻ ഇതിലൊന്നും വീഴുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ബോധ്യമുള്ളതാണോ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് ഇന്ന് ഞാൻ ഇട്ട ഈ ഓരോ വീഡിയോയുടെ അടിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവർ നമുക്ക് അവർ നമുക്ക് നല്ല മെസ്സേജും, അതുപോലെ എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും നല്ലതായിട്ട് നല്ല കമൻസ് ഒക്കെ ഇടും. ഞാൻ ഇന്നലെ 2 ദിവസം ഞാൻ കുറച്ച് റിപ്ലൈ ഒക്കെ കൊടുത്തു ഈ വരുന്ന ആൾക്കാർക്ക്. ഞാൻ പിന്നെ ചിന്തിച്ചു, ഈ PR-കാർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തോണ്ട് ഞാൻ എന്തിനാ എൻ്റെ സമയം കളയുന്നത്? അവരവരുടെ പണി ചെയ്യട്ടെ. ഞാൻ വിചാരിച്ചു എന്ത് കാണിച്ചാലും ഞാൻ ഇടുന്നില്ല എന്ന് വിചാരിച്ചു. ഇനിയിപ്പം ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അവൻ പേടിച്ച് പോയിന്ന്. ഞാൻ ഒരാളേ ഉള്ളൂ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ, നിങ്ങളൊരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ എങ്കിലും ഞാൻ അതിന് സമയം കിട്ടിയിട്ട് ഞാൻ റിപ്ലൈ തരുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പേടിച്ച് പോയതല്ല, ഇനി വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഞാൻ വേറെ എന്തൊക്കെയോ പറയാനായിട്ട് വന്നതാണല്ലോ, മറന്നുപോയി. അപ്പം ഇതാണ് പെൺകോന്തൻ. എനിക്കിഷ്ടമായി. എന്താണെങ്കിലും വീട്ടിൽ ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങൾ ചിന്തിക്കുക, വീട്ടിലൊക്കെ ഭാര്യമാരെ ഹെൽപ്പ് ചെയ്യുന്ന മക്കളോ അതുപോലെ തന്നെ ഭർത്താക്കന്മാരോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളാണ് പെൺകോന്തന്മാർ. അപ്പോൾ ഉറപ്പായിട്ടും ഷാനവാസിനെ പോലെ നമ്മളാവണം. നമ്മുടെ ഭാര്യമാരെയും മക്കളെയൊക്കെ അടിച്ചമർത്തി ഒരു ഹെൽപ്പും ചെയ്യാതെ ഇവനെ പോലെയൊക്കെ നല്ല അവൻ പറഞ്ഞ മീശ വെച്ച ആമ്പിള്ളേരെന്നാണ് പറഞ്ഞത്. മീശ വെച്ച ആമ്പിള്ളേരെ പോലെ അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഷാനവാസ്. അങ്ങനെ തന്നെയായിരിക്കണം നമ്മളെല്ലാവരും കണ്ട് പഠിക്കേണ്ട ഒരു വ്യക്തിയാണ് ഷാനവാസ്. അപ്പം അതുപോലെ തന്നെ എല്ലാവരും തുടരാൻ. പക്ഷേ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ, കുഴപ്പമില്ല. എന്താണേലും ഓക്കെ, ഞാൻ ഇത്ര പറയാവുള്ളൂ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബൈ. എന്തായാലും നൂബിൻ നല്ല മറുപടി തന്നെയാണ് ഷാനവാസിന് കൊടുക്കുന്നത്. എന്തായാലും ഈ ഒരു ഫാമിലി വീക്കില് മത്സരാർത്ഥികളിലെ എല്ലാവരുടെയും കുടുംബം ഹൗസിലേക്ക് വന്നുവെങ്കിലും ലക്ഷ്മിയുടെ അമ്മ മാത്രമാണ് വന്നത്. അതും ഒരു ചർച്ചയായിട്ടുള്ള വിഷയമാണ്. അറിയില്ലേ, വേദലക്ഷ്മി എന്ന് പറയുന്ന അവരുടെ 4 വയസ്സുകാരനായുള്ള മകനെ ബിഗ് ബോസ് ടീം ഹൗസിലേക്ക് പ്രവേശിപ്പിച്ചില്ല എന്നുള്ള ചർച്ചയും സജീവമാണ്. അത് BB പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയായി. ചില നിയമങ്ങൾ അനുസരിച്ചതുകൊണ്ട് മാത്രമാണ് ലക്ഷ്മിയുടെ കുഞ്ഞിനെ വീട്ടിലേക്ക് കയറ്റാതിരുന്നത് എന്നുള്ള അവതാരകൻ മോഹൻലാലും വ്യക്തമാക്കി. ലക്ഷ്മിയും ഭർത്താവും തമ്മിലുള്ള വിവാഹമോചനം അടക്കമുള്ള കേസുകൾ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് കുഞ്ഞിനെ ഷോയിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയതെന്നുള്ള പ്രചരിച്ചപ്പോൾ ലക്ഷ്മിയുടെ ഭർത്താവ് അനന്ത പത്മനാഭൻ പ്രതികരിച്ചും എത്തിയിരുന്നു. അതിന്റെ വീഡിയോ നമ്മൾ കണ്ടതാണല്ലോ. താനും ലക്ഷ്മിയും തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നും ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടില്ല എന്നും
കുഞ്ഞിനെ ഹൗസിൽ കയറ്റുന്നതിൽ തനിക്ക് എതിർപ്പില്ല എന്നുമാണ് ബിഗ് ബോസ് ടീമിനെ അറിയിച്ചതായിട്ടും ഈ ഒരു അനന്ത പത്മനാഭൻ പറഞ്ഞിരുന്നത്. ഇതിനിടയിലാണ് ബിഗ് ബോസിൽ നിന്ന് ജിസീൽ പുറത്തായതിന്റെ ഒരു നിരാശയിലാണ് പ്രേക്ഷകർ. അത്രത്തോളം ജനപ്രീതി ജിസീൽ നേടിയിരുന്നു. മികച്ച പ്ലെയറിനെയാണ് ഷോയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് ഉള്ള അഭിപ്രായവുമുണ്ട്. ആര്യനും ജിസീലും തമ്മിലുള്ള സൗഹൃദം ഷോയിൽ ഏറെ ചർച്ചയായതുമാണ്. ജിസീലിന് ഹൗസിനുള്ളിൽ ഏറ്റവും അടുപ്പം ആര്യനോടായിരുന്നു. ഹൗസിനുള്ളിൽ ഗോസിപ്പുകൾ വന്നപ്പോൾ പോലും ഇവരുടെ സൗഹൃദത്തെ ബാധിച്ചില്ല. ജിസീൽ പുറത്തായപ്പോൾ ആര്യൻ പൊട്ടിക്കരയുന്നുണ്ട്. എന്നാൽ ആര്യനെ കുറിച്ച് സംസാരിക്കുകയാണ് ജിസീൽ ഇപ്പോൾ. അതായത് നേരത്തെ പുതപ്പിനുള്ളിൽ വെച്ച് ഇരുവരും ചുംബിച്ചു എന്നുള്ള ആരോപണം വന്നിരുന്നല്ലോ. എന്നാൽ യഥാർത്ഥത്തിൽ പുതപ്പിനുള്ളിൽ വെച്ച് പ്രേതകഥകൾ പറയുകയായിരുന്നു എന്നാണ് ജിസീൽ പറയുന്നത്. ഏഷ്യാനെറ്റ് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. ആര്യനോട് പൊസസീവ്നെസ് ഉണ്ടായിരുന്നില്ല. ലക്ഷ്മിയോട് ആര്യൻ സംസാരിച്ചപ്പോൾ ദേഷ്യപ്പെട്ടതിന് കാരണം ലക്ഷ്മി എന്നോട് ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. ലക്ഷ്മിയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാനൊന്നും പറയില്ലായിരുന്നു എന്നാണ് ജിസീൽ വ്യക്തമാക്കിയത്. ആരോട് സംസാരിക്കണം എന്നത് ആര്യന്റെ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചപ്പോൾ താൻ ഷാനവാസിനോട് സംസാരിക്കുന്നത് ആര്യനും ഇഷ്ടമായിരുന്നില്ല എന്ന് ജിസീൽ പറയുന്നുണ്ട്. ലക്ഷ്മി ആര്യന്റെ അമ്മയാകാൻ നോക്കി. ആര്യന്റെ കാര്യത്തിൽ കുറച്ച് പ്രൊട്ടക്റ്റീവുമായിരുന്നു. ആര്യന്റെയും തന്റെയും ഫ്രണ്ട്ഷിപ്പിൽ മാറ്റം വന്നിട്ടില്ല എന്നും ജിസീൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല ജിസീൽ പറയുന്നുണ്ട്, ഇപ്പൊ പുറത്തായത് ഉചിത സമയത്ത് തന്നെയാണ് എന്നാണ് ജിസീൽ വ്യക്തമായത്. അതായത് ബിഗ് ബോസ് പോലുള്ള ഒരു ഷോ തനിക്ക് പറ്റിയതല്ല എന്നും ചിലപ്പോൾ ചിന്തിച്ച ഒരു അവസരം ഉണ്ടായിട്ടുണ്ടെന്നും. കാരണം തന്നെ പോലെ ഒരാൾക്ക് അത്രയും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, വഴക്കുണ്ടാക്കാനും പറ്റില്ല. എല്ലാവരോടും ഒരു കണക്ഷനും ഇഷ്ടവും ഉണ്ടാകും. 64 ദിവസം ഷോയിൽ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും? വെറുതെ അവിടെ ഫേക്കായി ഫൈറ്റ് ഉണ്ടാക്കാൻ എന്നെ പോലൊരാൾക്ക് പറ്റില്ല. അതുകൊണ്ട് പുറത്തു വന്നത് ശരിയായ സമയത്താണ് എന്നാണ് ജിസീൽ പറയുന്നത്. കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ ഹൗസിനുള്ളിൽ വളരെ അഗ്രസീവായി. എനിക്കത് പറ്റില്ല. ഇതുവരെ അവിടെ സ്നേഹത്തോടെ കഴിഞ്ഞു. മലയാളികളുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടിയാണ് ഞാൻ ബിഗ് ബോസിലേക്ക് വന്നത്. അത് സാധിച്ചെന്നും ജിസീൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു സ്നേഹം തനിക്ക് ബന്ധുക്കളിൽ നിന്ന് പോലും കിട്ടിയിരുന്നില്ല എന്നും ജിസീൽ പറയുന്നുണ്ട്. എന്തായാലും ജിസീൽ പുറത്തു പോയതിന് പിന്നാലെ തന്നെ ഒരുപാട് കമന്റുകൾ ജിസീലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് കമന്റുകൾ രേഖപ്പെടുത്തുന്നത്. ജിസീൽ ഇന്നത്തെ എവിക്ഷൻ എന്നെ കരയിപ്പിച്ചു, ഇതുപോലെ വിഷമിപ്പിച്ച ഒരു എവിക്ഷൻ ഉണ്ടായിട്ടില്ല. ജിസീൽ നിങ്ങളെ ഇഷ്ടപ്പെട്ടെന്ന് അറിയില്ല, പക്ഷേ പോകുമ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു. മനുഷ്യന് ആദ്യം നന്നാവേണ്ടത് സ്വഭാവമാണ്. അത് അവിടെയുള്ള എല്ലാവരെക്കാളും ജിസീലിനുണ്ട്. ഈ സീസണിലെ കുളം കലക്കി റിവ്യൂ ചാനൽ, PR ചാനൽ, പിന്നെ വിരോധം കൊണ്ട് നടക്കുന്ന PR കുടുക്കിൽ ഒരു നല്ല പ്ലെയർ പുറത്ത്. ലവ് ഫോർ ജിസീൽ ആൻഡ് റെസ്പെക്ട് ഫോർ ജിസീൽ. പോകേണ്ടവർ അവിടെ നിൽക്കുമ്പോൾ ഈ എവിക്ഷൻ ഒട്ടും ശരിയായില്ല. മലയാളി ഓഡിയൻസിൽ നിന്നും ഇത്രയും സ്നേഹം കിട്ടുന്നതിൽ നിന്ന് തന്നെ മനസ്സിലാകും എത്രത്തോളം നല്ലൊരു ബെറ്റർ പ്ലെയറും വേവ് പേഴ്സൺ ആയിരുന്നു എന്ന് ജിസീൽ. ആളെ തികയ്ക്കാൻ കുറെ പേരുണ്ടായിരുന്നതിൽ പലരും മുന്നേ പുറത്തുപോയി. ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്ന് ആദ്യമായിട്ട് ഒരു ഗെയിമർ പുറത്തുപോയി എന്നിങ്ങനെയാണ് കമന്റുകൾ രേഖപ്പെടുത്തുന്നത്. ജിസീൽ പോയി, ഇനി ആര്യനെ വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റുന്നത് അക്ബർ ആണ്. പക്ഷേ അക്ബറിന് ആര്യന് വിശ്വാസമില്ല. ഈ കഴിഞ്ഞ വീക്ക് അത് പലവട്ടം ആര്യൻ തെളിയിച്ചതുമാണ്. എന്നിട്ടും അക്ബർ ഇവനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത വീക്ക് ആര്യൻ എങ്ങനെ നിൽക്കാൻ പോകുന്നു എന്ന് നോക്കാം. വന്ന ടൈമിൽ ജിസീൽ കൂടെ ഇല്ലാതെ ഇരുന്നപ്പോൾ ഇവൻ കിടിലനായിരുന്നു. നല്ല രീതിക്ക് ഗെയിം കളിച്ചിരുന്നു. അതിലേക്ക് ഒരു തിരിച്ചു വരവ് ഉണ്ടാക്കേണ്ടത് എന്നാണ് ബിഗ് ബോസ് ഗ്രൂപ്പിലെ ആരാധകർ കുറിക്കുന്ന കമന്റുകൾ.